മലമ്പുഴയിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ? മലമ്പുഴയിൽ എനിക്ക് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ലേ? എനിക്ക് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ലേ? കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോഴാണ് കോണകം പാറിയ കഥ പറയണവര്. ഞാൻ ഐശ്വര്യയിൽ നിന്ന് തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ 38 വർഷമായി CPM-ന്റെ പ്രതിനിധികളാണ് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ട് മലമ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ വികസനം, അതിനനുസൃതമായി ആ മണ്ഡലം അർഹിക്കുന്ന ഒരു വികസനം സാധ്യമാക്കാൻ പറ്റിയില്ല? 2 മുൻ മുഖ്യമന്ത്രിമാരെയാണ് തെരഞ്ഞെടുത്തയച്ചത്. എന്നിട്ടും മലമ്പുഴ എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു? സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആമുഖമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, മലമ്പുഴ മണ്ഡലം ഒട്ടനവധി പ്രഗത്ഭരെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. PV കുഞ്ഞിക്കണ്ണനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ. EK നയനാറിനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ. ശിവദാസ മേനോനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ. സഖാവ് VS അച്യുതാനന്ദനെ സംഭാവന ചെയ്ത നാടാണ് മലമ്പുഴ എന്ന് പറയുന്നത്. എന്നിട്ട് ആ മലമ്പുഴയിൽ അടിവരയിട്ട് പറയുന്നു, ഒരു വർഗീയ ശക്തികൾക്കും ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനമെന്ന് അംഗീകരിക്കാൻ എന്തോ ഒരു പ്രയാസം അവതാരകനുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഒരു വിഷമവുമില്ല, നടന്നിട്ടുണ്ട് തന്നെ പറയും. നിങ്ങൾ പറഞ്ഞത് പാറശാല മുതൽ തുടങ്ങുമ്പോൾ വലിയ വലിയ കട്ട്ബോർഡുകളാണ് കണ്ടത് എന്ന് പറഞ്ഞു. അത് ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരന്, ഏറ്റവും പാവപ്പെട്ടവന് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. അല്ല ശരി, അങ്ങനെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ? വികസനം എന്തായാലും വോട്ടർമാർക്ക് അനുഭവവേദ്യമാകില്ലേ? ഞാൻ പറയാം, കേരളത്തിൽ നടപ്പിലാക്കിയ കഴിഞ്ഞ 10 വർഷം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം ഞാൻ പറയാം. പറഞ്ഞു കൊടുക്കണ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയ ഇടതുപക്ഷമാണ്. വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ നടപ്പിലാക്കിയത് ഇടതുപക്ഷമാണ്. ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ, കേട്ട് ബോറടിച്ചു. കോൺഗ്രസിന്റെ കാലത്ത് 40% സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോ 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിച്ചു. കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല പൊതുവിദ്യാലയങ്ങളിൽ ഇന്ന് 6.5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ കൂടുതലായി ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചിരിക്കും? ഇവിടെ വികസനം എന്ന് പറയുന്നുണ്ട്. സ്കൂളിൽ 6 ലക്ഷം പേര് പഠിക്കുന്നു എന്ന് പറയുന്നു. ഈ പഠിച്ച കുട്ടികളൊക്കെ ജോലിക്ക് വേണ്ടി എവിടേക്കാ പോകുന്നത്? ഇവിടെ വല്ല ഫാക്ടറി ഉണ്ടോ? വെറുതെ വികസനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, അതാണ് വികസനം. നിങ്ങൾ എടുത്തു നോക്കുക, നമ്മളാരും ഇടതുപക്ഷം പറയുന്ന കണക്കൊന്നും എടുത്തു നോക്കണ്ട. ഇന്ത്യയിലെ ആകെ നിയമനങ്ങളുടെ PSC നിയമനങ്ങളുടെ 60%, അതായത് 3.12 ലക്ഷം PSC നിയമനങ്ങൾ നടപ്പിലാക്കിയ നാടാണ് ഈ കേരളം. നിങ്ങൾ എടുത്തു നോക്കുക, കേരളത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 8000-ഓളം വരുന്ന സ്റ്റാർട്ടപ്പുകൾ നടപ്പിലാക്കി. ആ 8000-ഓളം വരുന്ന സ്റ്റാർട്ടപ്പുകൾ നടപ്പിലാക്കി എന്നുള്ളത് മാത്രമല്ല, വ്യവസായ സൗഹൃദം എന്നുള്ള ആശയം മുൻനിർത്തി 4 ലക്ഷത്തിലധികം വരുന്ന പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങി 8 ലക്ഷത്തിലധികം പേർക്ക് ഇന്നിവിടെ ജോലി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോടും പറയാം, ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ. അപ്പൊ ആ പ്രിയപ്പെട്ട സഹോദരൻ ഒന്ന് രാജ്യത്ത് എന്താ ചെയ്തേന്നൊന്ന് കൂടി ചോദിക്കണം. രാജ്യത്തെ യുവജനങ്ങൾക്ക് 2 കോടി തൊഴിലവസരമായിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ പ്രഖ്യാപിച്ചത്. ആ 2 കോടി തൊഴിലവസരം 10 വർഷത്തിനിടയിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ ഈ മലമ്പുഴയിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ടോ? മലമ്പുഴയിൽ അല്ല,
അത് പിന്നെ എന്ത് മലമ്പുഴയിൽ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ലേ? ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നില്ലേ? ഈ വ്യവസായ സൗഹൃദം എന്നുള്ള പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുകയാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് ഈ കേരളത്തിൽ ജനകീയ ഹോട്ടൽ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ഞാനൊന്ന് പറയട്ടെ ആ വ്യവസായ സൗഹൃദം നടപ്പിലാക്കി 8 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്കാണ് ഈ കേരളത്തിനകത്ത് സ്റ്റാർട്ടപ്പുകൾ. നിങ്ങള് മാധ്യമമാണല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് നാളെ രാവിലെ മലമ്പുഴ മണ്ഡലത്തിൽ ഒന്ന് സഞ്ചരിച്ച ഒരുപാട് കറങ്ങിയിട്ടുള്ളതാണ്. വികസനം ഞാൻ ഒരുപാട് കറങ്ങിയിട്ടുള്ളതാണ്. ഒത്തില്ല വികസനത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് 2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഈ കഴിഞ്ഞ വർഷം, ഒരു വർഷം തികയുന്നതിന് മുന്നേ, ഈ മലമ്പുഴ ഉദ്യാന നവീകരണത്തിന് വേണ്ടി 76 കോടി രൂപ കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP അനുവദിച്ചു. ഈ അനുവദിച്ച സമയത്ത് മലമ്പുഴ MLA പ്രഭാകരേട്ടൻ ചിരിച്ചു നിൽക്കുന്ന പടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫോട്ടോ അടിച്ചൊരു ഫ്ലക്സ് വെച്ചു മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ടില്. ഈ മലമ്പുഴയ്ക്ക് വേണ്ടി 76 കോടി രൂപ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അനുവദിച്ചു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരു വള്ളപ്പേപ്പറിൽ പോലും എഴുതി കൊടുക്കാതെ കേന്ദ്ര സർക്കാർ എഴുതി കൊടുത്ത പദ്ധതിയെ ഫ്ലക്സ് വെച്ചുകൊണ്ട് തന്റെയാണെന്ന് പറഞ്ഞു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ഈ 76 കോടി രൂപയുടെ പദ്ധതി ഇപ്പൊ നമ്മള് ബൈക്ക് എടുത്തിട്ട് ഇവിടുന്ന് പോയി നോക്കിയ മലമ്പുഴ ഡാമിൽ പണി നടക്കുന്നുണ്ട്. പക്ഷേ പ്രഭാകരേട്ട വലിയ ഫ്ലക്സ് വെച്ചു. ഞാൻ ഇടപെട്ടിട്ടാണ് കൊണ്ടുവന്നതെന്ന്. ഇങ്ങനെ ഒരു വെള്ളപ്പേപ്പറിൽ പോലും എഴുതി കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു വെള്ളപ്പേപ്പർ. അപ്പൊ അതുകൊണ്ട് ഇവർക്കാകെ ചെയ്യാൻ പറ്റിയ കാര്യമുണ്ട്. ഇപ്പൊ എന്താണ് വ്യാവസായിക സംരംഭം ചോദിച്ചു. ജനകീയ ഹോട്ടൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ 76 കോടി രൂപ വികസനം, 3800 കോടി രൂപയുടെ വികസനം നടക്കുമ്പോഴാണ് കൊടുങ്കാറ്റിൽ ആന പാറിപ്പോയപ്പോഴാണ് കോണകം പാറിയ കഥ പറയുന്നത്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നാലും അതേ സ്ഥാനാർത്ഥിയാണ്. തെരഞ്ഞെടുപ്പ് നടന്നാലും അതേ സ്ഥാനാർത്ഥിയാണ്. ഇതാ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അതേ സ്ഥാനാർത്ഥിയാണ്. മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടന്നാലും BJPക്ക് അതേ സ്ഥാനാർത്ഥിയാണ്. അതിനൊന്നും ഇല്ലേ? ഇനി പാൽ സൊസൈറ്റിക്ക് തെരഞ്ഞെടുപ്പ് നടന്നാലും ഇതേ സ്ഥാനാർത്ഥിയായിട്ടാണ് വരുന്നത്. BJPയോട് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, മലമ്പുഴ മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് പാലക്കാട് ജനങ്ങളോടാണോ കൂറ്, അതാ അവസരവാദിയായിട്ടുള്ള മലമ്പുഴ ജനങ്ങളോടാണോ കൂറ് എന്ന് പ്രശാന്ത് ശിവൻ മറുപടി. തന്റെ മുഖം കണ്ടാൽ അറിയാം അടി കൊള്ളാൻ വേണ്ടി ജനിച്ചു വീണതാണെന്ന്. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇവർ ഇത്രയൊക്കെ വലിയ സന്തോഷം. കാരണം സ്ഥാനാർത്ഥി ആരെയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് CPM ചിന്തിക്കണ്ടല്ലോ. പക്ഷെ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കാനേ നേരമില്ല. കാരണം എന്താ അറിയോ, ഇവിടെ BJP ഉറങ്ങുമ്പോഴൊക്കെ പേടിയാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഈ ഗവൺമെന്റ് ഈ MLA സഖാവ് പ്രഭാകരേട്ടൻ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എവിടെ ബസ് സ്റ്റാൻഡ്? എവിടെ? നിങ്ങളൊന്ന് ഈ ഒരു കണ്ണോട് കൂടി നോക്കുമ്പോ മാത്രം വികസനം തുറന്നു നോക്കിയ വികസനം കാണും. 2 കണ്ണും തുറന്നു നോക്കിയ വികസനം കാണും. കഷ്ടം.